2024-25 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. നമുക്ക് നേരെ പ്രവർത്തനത്തിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ്. നളഉ അദാത്തൽ ഇസ്തിഫ്ഹാമിൽ മുനാസബത ഫി മക്കാനിൽ ഖാലി. ഒഴിഞ്ഞ സ്ഥലത്തിൽ യോജിച്ച ചോദ്യചിഹ്നം വെച്ചു കൊടുക്കാം. ഇവിടെ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് കാണാം ഏതോ ഒരു വാക്ക് പോയിട്ടുണ്ട്. അതെല്ലാം ഈ ബ്രാക്കറ്റിലുണ്ട്. അങ്ങോട്ട് നേരെ എഴുതിയെടുത്താൽ മതി. ഒന്നാമത്തേത് എന്താണ്? ഡാഷ് യഈഷു സമക്കു. അതിന് യോജിച്ച ചോദ്യചിഹ്നം ഏതാണ്? ഐന. ഐന യഈഷു സമക്കു. മത്സ്യം എവിടെയാണ് ജീവിക്കുന്നത്? ഐന യഈഷു സമക്കു. അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കണം കേട്ടോ. 2 ഡാഷ് റക്അത്തുൻ ലിൽളുഹരി. അവിടെ യോജിച്ച ചിഹ്നം മുകളിലെ ബ്രാക്കറ്റിലുണ്ട്. കം എന്നതാണ്. കം കം റക്അത്തുൻ ലിൽളുഹരി. ലുഹറിന് എത്ര റക്അത്തുകളുണ്ട്? ഇനി അടുത്തത് 3 ഡാഷ് തഖൂലു ഫിർ റുകൂഇ. ഡാഷ് തഖൂലു ഫിർ റുകൂഇ. റുകൂയിൽ എന്താണ്? ഡാഷ്. റുകൂയിൽ ചൊല്ലേണ്ടത് ഡാഷ് എന്താണ്? മാദ എന്നതാണ്. മാദ യഖൂലു ഫിർ റുകൂഇ. റുകൂയിൽ എന്താണ് ചൊല്ലേണ്ടത്? അതാണ് ചോദ്യം. ഇവിടെ തന്നത് ഇപ്പോൾ ചോദ്യം, അതായത് ചോദ്യത്തിൻ്റെ വിട്ടുപോയ ചോദ്യചിഹ്നം ചേർത്ത് കൊടുക്കാനാണ്. ചിലപ്പോൾ ഇനി എന്ത് ചെയ്യും? ഉത്തരം തരും. ഈ പ്രവർത്തനത്തിൻ്റെ ഉത്തരം തരും. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ബ്രാക്കറ്റിലേക്ക്, അതല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം എഴുതുക. എന്നിട്ട് ചോദ്യം തരും, അതിൻ്റെ ഉത്തരം എഴുതുക. അതല്ലെങ്കിൽ ഉത്തരം തരും, ചോദ്യം തയ്യാറാക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും വരാറുണ്ട്. ഇനി 4ാമത്തേത് ഡാഷ് ഹാലു വാലിദിക. അവിടെ യോജിച്ച ചിഹ്നം ഏതാണ്? അതെ, കൈഫ. കൈഫ ഹാലു വാലിദിക. നിന്റെ പിതാവിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ കൈഫയാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അവസാനത്തത് ഡാഷ് തഅറുബു ഷംസു. അത് മത്ത എന്നതാണ്. മത്ത തഅറുബു ഷംസു. സൂര്യൻ എപ്പോഴാണ് അസ്തമിക്കുന്നത്? ഇനി അടുത്ത പ്രവർത്തനം നൂസിലു മാ യുനാസിബു. യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ഇവിടെ വിട്ടുപോയ ഹറഫുകൾ ചേർത്ത് കൊടുക്കുക. 1 ലഇബൽ വലതു ഡാഷ് അൽ ഖുറത്തി. ഇവിടെ വിട്ടുപോയത് ഏതാണ്? ബി എന്നതാണ്. ബി. ലഇബൽ വലതു ആൺകുട്ടി കളിച്ചു. ബിൽ ഖുറത്തി പന്ത് കൊണ്ട്. അപ്പോൾ പന്ത് കൊണ്ട് ആൺകുട്ടി കളിച്ചു എന്നാണ് അതിനർത്ഥം. ഇനി 2 രണ്ടാമത്തത് നബത്തൽ ഉഷ്ബു ഡാഷ് അൽ അർളി. ചെടി മുളച്ചു. ഡാഷ് അൽ അർളി ഭൂമിയിൽ. ഭൂമി എന്നുള്ളൂ, ഭൂമിയിൽ എന്നാക്കണം. അതിനിട്ട് ഫിൽ അർളി എന്നതാണ്. ഫിൽ അർളി. നബത്തൽ ഉഷ്ബു ഫിൽ അർളി. ഭൂമിയിൽ പുല്ല് മുളച്ചു. 3 ഹറബത്ത് തിഫ്ലു ഡാഷ് അൽ കൽബി. ഹറബത്ത് തിഫ്ലു കുട്ടി പേടിച്ച് ഓടി. ഡാഷ് അൽ കൽബി. നായെ ഡാഷ്. നായെ തൊട്ട് എന്നാണ് വേണ്ടത്. അപ്പോൾ അനിൽ കൽബി എന്നാണ് വേണ്ടത് കേട്ടോ. ഹറബത്ത് തിഫ്ലു അനിൽ കൽബി. നായെ തൊട്ട് കുട്ടി പേടിച്ചോടി. ഇനി 4 യൻളുറുല്ലാഹു ഡാഷ് കുലൂബിന. അയോജിച്ച ഏതാണ്? ഇല എന്ന ഹർഫാണ്. യൻളുറുല്ലാഹു
ഇലാ ഖുലൂബിന, അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. 5 നസുറുൻ ഡാഷ് അല്ലാഹി വ ഫത്ഹുൻ ഖരീബ്. അവിടെ യോജിച്ച ഹറഫ് മുകളിലുണ്ട്, മിന എന്നതാണ്. നസുറും മിനല്ലാഹി വ ഫത്ഹുൻ ഖരീബ്. ഇങ്ങനെയുള്ള പ്രവർത്തനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിത് ഓരോന്നും വായിച്ചു നോക്കണം. അല്ലാതെ ആദ്യം കിട്ടിയ ഉത്തരം എഴുതല്ല, അല്ല കിട്ടാത്ത ഉത്തരം ഇങ്ങനെ എന്താ പറയുക, കറക്കിക്കുത്തി എഴുത്ത് പാടില്ല. മറിച്ച് എന്ത് ചെയ്യുക, ഓരോന്നും എന്ത് ചെയ്യുക, സൂട്ടാവുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ആദ്യം ഓരോന്നും വായിച്ചിട്ട് അതറിയുന്നതാണോ എന്ന് നോക്കുക. എവിടെയെങ്കിലൊക്കെ വായിച്ച പരിചയങ്ങളെങ്കിലും ഉണ്ടാകും. അപ്പോൾ നല്ല പഠിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയും. മറിച്ച് ചിലവരൊക്കെ എന്ത് ചെയ്യും, താൽക്കാലിക പഠിത്തമുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. വായനയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓരോന്നും വായിച്ചു നോക്കുക. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് എവിടെയെങ്കിലും വായിച്ച പരിചയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ഏതെങ്കിലും ഒരു ഹറഫ് എഴുതി കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നക്തുബുൽ അജ്വിബ. നമുക്ക് ഉത്തരം എഴുതാം. ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതി കൊടുക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കം സൂറത്തൻ ഫിൽ ഖുർആനി. ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്? നമ്മുടെ ലിസാനിൽ അതുപോലെ 8ാമത്തെ പാഠം, അതുപോലെ തന്നെ 9ാമത്തെ പാഠം, 9ാമത്തെ അല്ല 7ാമത്തെ പാഠവും അതുപോലെ തന്നെ 8ാമത്തെ പാഠം, ഈ 2 പാഠങ്ങളിൽ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, മനഃപ്പാഠമാക്കുക. എന്നാൽ തന്നെ പരീക്ഷയിലെ പകുതി മുക്കാൽ അല്ലെങ്കിൽ പകുതി തന്നെ നിങ്ങൾക്ക് എഴുതിക്കോളെ. പകുതി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഏകദേശം കിട്ടും. കാരണം ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ ചോദ്യം തന്ന് ഉത്തരം എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ഉത്തരം തന്നിട്ട് ചോദ്യം എഴുതാനായിരിക്കും. പിന്നെ അർത്ഥം എഴുതാൻ വരും. അതല്ലെങ്കിൽ നേരെ നമ്മൾ മുകളിൽ ഫസ്റ്റ് കാണിച്ചില്ലേ, അതേപോലെ ചോദ്യചിഹ്നം കൊടുക്കാനായിരിക്കും. അതന്നെ തല തിരിച്ചും മറിച്ചൊക്കെ കേൾക്കാൻ അധികം വരില്ല. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. പിന്നെ അർത്ഥം എഴുതാനും. ഇവിടെ ചോദ്യം എന്താണ്? കം സൂറത്തൻ ഫിൽ ഖുർആനി. ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട് എന്ന്. ഉത്തരം എങ്ങനെയാണ് എഴുതുക? ഫിൽ ഖുർആനി മിഅത്തുൻ വ അർബഅ അശറത സൂറത്തൻ. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ചോദ്യം 2: മാതാ തഫ്അലു. നീ എന്താണ് ചെയ്യുന്നത്? മാതാ തഫ്അലു. അതിൻ്റെ ഉത്തരം അതഅല്ലമു ഫിൽ കുല്ലിയത്തി. അതഅല്ലമു ഫിൽ കുല്ലിയത്തി. ഞാൻ കോളേജിൽ പഠിക്കുന്നു. കുല്ലിയത്ത് പറഞ്ഞാൽ കോളേജ് കേട്ടോ. ചിലപ്പോൾ അർത്ഥമൊക്കെ എങ്ങനെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. 3ാമത്തത് ഐന കിതാബുക്ക. നിൻ്റെ പുസ്തകം എവിടെ? ഐന കിതാബുക്ക. അതിൻ്റെ ഉത്തരം എന്താ എഴുതുക? കിതാബി ഫിൽ ഹഖീബത്തി. എൻ്റെ പുസ്തകം എൻ്റെ ബാഗിലാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് നുൻഷി ഉൽ അസ്ഇലത. നമുക്ക് ചോദ്യം തയ്യാറാക്കാം. ഇവിടെ ഇപ്പോൾ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും, പക്ഷെ ചോദ്യം കൊടുത്തിട്ടില്ല. അപ്പോൾ ചോദ്യം എങ്ങനെ മനസ്സിലാക്കുക? ഉത്തരത്തിൽ നിന്ന് തന്നെ ചോദ്യം മനസ്സിലാക്കിയെടുക്കുക. അതെങ്ങനെയാണ്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ഫിസ്സൊഫി സലാസൂന ത്വാലിബൻ. എൻ്റെ ക്ലാസ്സിൽ 30 വിദ്യാർത്ഥികളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? നിൻ്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പോൾ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കുക? കം വേണം. കാരണം എത്ര എന്നതിന് കമ്മ് വേണ്ടേ? അപ്പോൾ കം. പിന്നെ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. എവിടെ? ത്വാലിബൻ. അപ്പോൾ ആദ്യം കം എന്ന് എഴുതുക. പിന്നെ വിദ്യാർത്ഥികൾക്ക് ത്വാലിബൻ എന്നെടുക്കുക. കം ത്വാലിബൻ. എന്നിട്ട് ഫി സൊഫിക്ക എന്ന് കൊടുക്കുക. ഇവിടെ സൊഫീൻ എന്നാണ്. ഫി സൊഫിക്ക. നിൻ്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? എങ്ങോട്ട് എഴുതുക? ഫി സൊഫിക്ക. 2 ബൈത്തി ഫിൽ ഖറിയത്തി. എൻ്റെ വീട് ഗ്രാമത്തിലാണ്. അപ്പോൾ ചോദ്യം എങ്ങനെ തയ്യാറാക്കുക? നിൻ്റെ വീട് എവിടെയാണ്?
അങ്ങനെ ചോദിക്കാമല്ലോ. അപ്പോൾ എവിടെ എന്നതിന് ഐന എന്ന് എഴുതുക. ചോദിച്ചതിന് ഫസ്റ്റാണ് വരേണ്ടത് കേട്ടോ. ഐന ബൈത്തുക്ക അതല്ലെങ്കിൽ ബൈത്തുക്കി എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഐന ബൈത്തുക്ക. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ബൈത്തി ഫിൽ ഖറിയത്തി. എൻ്റെ വീട് ഗ്രാമത്തിലാണ്. ഇനി അടുത്തത് ഉത്തരം തന്നിട്ടുണ്ട്. ഫിയദി കിതാബി എൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകമാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെ വരിക, മാതാ ഫി യദിക്ക എന്ത് എന്നതിന് മാതാ എന്നതാണ് ചോദിക്കേണ്ടത്. മാതാ എന്താണ്, ഫി യദിക്ക നിൻ്റെ കയ്യിൽ. അവിടെ ഫി യദി എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, ഫി യദിക്ക എന്നാക്കുക. അടുത്ത പ്രവർത്തനം നുഅരിബു എന്നുള്ളതാണ്, അറബിയാക്കാൻ. 1 നബീൽ കുളിക്കുന്നു. യസ്തഹിമ്മു നബീൽ കുളിക്കുന്നു. 2 രണ്ടാമത്തത് പിതാവ് ദിനപത്രം വായിക്കുന്നു. അധിക പരീക്ഷകളിൽ വരാറുണ്ട്. എന്താണ്? യഖറഉൽ വാലിദു ജരീദത്തുൽ യൗമിയ്യ. പിതാവ് ദിനപത്രം വായിക്കുന്നു. ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം. 1 അയ്യാദത്തുൽ മരീളി മിൻ സുന്നത്തി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യാദത്തുൽ മരീദ് രോഗസന്ദർശനം മിൻ സുന്നത്തി നബിയിന നമ്മുടെ നബിചര്യയിൽപ്പെട്ടതാണ്. രോഗസന്ദർശനം നമ്മുടെ നബിചര്യയിൽപ്പെട്ടതാണ്. 2 അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അൽ ഇൽമു വിജ്ഞാനം, ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ജീവനാണ്. അടുത്തത് നുമയ്യിസു നമുക്ക് വേർതിരിക്കാം. 1 ഫിഅല്, ഫായില്, മഫ്ഊല് ഇതൊക്കെ വേർതിരിക്കണം. ഇവിടെ 2 വാക്കുകളാണ് തന്നിട്ടുള്ളത്, 2 വരികൾ. അതിൽ ഒന്നാമത്തത് എന്താണ്? യൻസുറുൽ വലതു അൽ അജൂസ. കണ്ടില്ല നിങ്ങൾ? ഇതിൽ യൻസുറു എന്താണ്? അത് ഫിഅല വരിക. പിന്നെയോ അൽ വലതു എന്നുള്ളത് ഫായിലല്ലേ, പ്രവർത്തകനാണെങ്കിൽ ഫായിലാണ്, അത് രണ്ടാമത്തതിലാണ് വരിക. അൽ അജൂസ എന്നുള്ളത് മഫ്ഊലാണ്. അതായത് പ്രവർത്തകനും പ്രവർത്തിക്കപ്പെട്ടതും. ആരാണ്? അയാൾ. യൻസുറുൽ വലതു അൽ അജൂസ, ആൺകുട്ടി വൃദ്ധനെ സഹായിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി അടുത്തത് തഷ്റബുൽ ജലീലത്തുൽ അൽ ഹലീബ. ജലീല പാൽ കുടിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ തഷ്റബു എന്നതാണ് ഫിഅല്, പ്രവൃത്തി ഫസ്റ്റത്തേണ്. പ്രവൃത്തിയാണെങ്കിൽ ഫസ്റ്റ് വരിക, പിന്നെ അത് പ്രവർത്തിച്ച ആളാണ് രണ്ടാമത് വരിക. ജലീല അത് ഫായിലാണ്. അൽ ഹലീബ എന്താണ് പ്രവർത്തിച്ചത്? പാൽ കുടിച്ചു അല്ലേ, അപ്പോൾ ഹലീബ് എന്നുള്ളതാണ് മഫ്ഊല്. അത് താഴത്തെ എഴുതണ്ട കേട്ടോ. അവസാന പ്രവർത്തനം നുക്കമ്മിലു എന്നുള്ളതാണ്, നമുക്ക് പൂരിപ്പിക്കാം. ഹുവ, ഹുമാ, വാക്കിനടറാൻ തന്നിട്ടില്ല. ഹുവ, ഹുമാ, ഹും എന്ന് എഴുതുക. അടുത്തതോ ഹിയ, ഹുമാ, ഹുന്ന. നിർബന്ധമായി പഠിക്കണം കേട്ടോ, അധിക പരീക്ഷകളിലും വരലുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലിസാനിലെ ചോദ്യോത്തരങ്ങൾ. എല്ലാവരും നന്നായി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.